Hi friends, welcome to my venue. അപ്പോൾ ഇന്ന് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മഷ്റൂ സിൽക്ക് ആണ് കേട്ടോ കാണിക്കുന്നത്. മഷ്റൂ സിൽക്ക് എന്നും ഗച്ചി സിൽക്ക് എന്നൊക്കെ പറയും. ഇത് ശരിക്കും പറഞ്ഞാൽ ലിമിറ്റഡേ ഉള്ളൂ. നമുക്ക് എപ്പോഴും വരുന്ന ക്വാണ്ടിറ്റി ഇതിനകത്ത് കുറവായിരിക്കും. ഇതിനകത്തോട്ട് അജ്രക്കിന്റെ ആ ഒരു പ്രിന്റ് ആണ് വരുന്നത്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ പുറത്തോട്ട് ആ ഒരു പ്യുവർ സിൽക്കിന്റെ ആ ഒരു ഫീലും കണ്ടോ. ശരിക്കും ഒരു സിൽക്ക് തന്നെയാണ് പുറത്തോട്ട്. ഇതിന്റെ അകത്ത് വരുമ്പോൾ ലൈനിങ്ങിന്റെ ആവശ്യം പോലും ഇല്ല. കണ്ടോ, ഈ ഒരു കോട്ടണിന്റെ ഒരു ഇതാണ് ലുക്കാണ് വരുന്നത്. അപ്പോൾ വിത്തൗട്ട് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. ലൈനിങ്ങിന്റെ ആവശ്യമില്ല. നല്ല തിക്നെസ് ആണ്. വാഷിങ്ങിനും ഒരു പ്രശ്നമില്ല. നോർമൽ വാഷ് ചെയ്യാം. അത് ലിമിറ്റഡ് മെറ്റീരിയലേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് നമ്മൾ വി നെക്കിലോട്ട് ചെയ്തിട്ട് മിഡിൽ ഇതേപോലെ ഒരു പീസ് വെച്ചിട്ടുണ്ട്. അതിന്റെ തന്നെ ക്രോസ് ആയിട്ടാണ് വെച്ചേക്കണം. ഇതേപോലെ വേറെ പാച്ച് പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല. അപ്പൊ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് ഈ ഒരു പ്രിന്റ് വരുന്നത് ബ്ലാക്ക് പ്ലസ് വൈറ്റ് മെറൂൺ കോമ്പിനേഷനിലെ ലൈൻസ് ആണ്. അപ്പം ഇതിന്റെ നെക്ക് പാറ്റേൺ വരുന്നത് ഇതേപോലെയാണ്. ഈ ഒരു ഇതുപോലെ വി നെക്ക് വെച്ചിട്ട് ഇതേപോലെയാണ് ക്രോസ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊരു കളറ്. ഇനി അതിന്റെ തന്നെ ബ്ലാക്കിലോട്ട് തന്നെ ഒരു ലിമിറ്റഡേ ഉള്ളൂ. ഇതെല്ലാം കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് വരുള്ളൂ. ഇത് തന്നെ ഈ ബ്ലാക്കും വൈറ്റും മാത്രമുള്ള ക്രീം ഒരു ലൈൻസ് വരുന്നതാണ്. ഇതിനകത്തോട്ട് നമ്മൾ ക്രോസ് ആയിട്ട് ഇതിന്റെ ഈ ഒരു യോക്ക് പോർഷനിൽ മാത്രം ഈ ഒരു റെഡ് ലൈൻസ് ക്രോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബോട്ട് നെക്ക് ആണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്തോട്ട് അങ്ങനെ ഇതിന് മെറൂൺ കാണിച്ചു തരാം. ഇതിന്റെ ഒരു കളറും കൂടി ഉണ്ട്. സെയിം തന്നെ ഈ ഒരു മെറൂൺ കോമ്പിനേഷൻ ഇതേപോലെ മെറൂൺ പ്ലസ് ബ്ലാക്കും ഈ ഒരു കോമ്പിനേഷൻ ലൈൻസ് തന്നെ. ഇതെല്ലാം നമ്മൾ സിമ്പിൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. കാരണം ഇതിനകത്ത് യോക്കോ കാര്യങ്ങളോ പ്രത്യേകിച്ച് കൊടുക്കേണ്ടതില്ല. പ്രത്യേകിച്ച് മൊഡാലിനെക്കാട്ടിലും കോസ്റ്റ് അത്യാവശ്യം വരുന്നുണ്ട് ഈ മഷ്റൂ സിൽക്ക് വരുമ്പോൾ. അപ്പം ഇതേപോലെ ഈ ഒരു കളർ കോമ്പിനേഷൻ ഇത് വരുന്നു. ദിവസം കാണിച്ചതിൽ ഒത്തിരി പേര് ചോദിച്ചതാണ്. ഇതിന്റെ ബ്ലാക്ക് എല്ലാം തീർന്നു. ഇത് പ്യുവർ മൊഡാലില് മിറർ വർക്കും ഒറിജിനൽ മിറർ വർക്കാണ് ഇതിനകത്തോട്ട് വന്നിരിക്കുന്നത്. അതിൽ അജ്രക്കിന്റെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റും ആണ് വന്നിരിക്കുന്നത്. കണ്ടോ, പ്യുവർ ആയിട്ടുള്ള മിറേഴ്സും അജ്രക്കിന്റെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വി കോളർ ഇത് സിംഗിൾ പീസേ ഉള്ളൂ കേട്ടോ. അപ് ടു എക്സൽ വരെ നമുക്ക് കിട്ടും. ഇതുപോലെ ഈ ഒരു 48 ലെങ്ത്തിലോട്ട് 47 ലെങ്ത്തിലോട്ട് വി കോളർ വെച്ചിട്ട് പ്യുവർ മൊഡാൽ സിൽക്കിൽ ഇത് പ്യുവർ എന്താ പറയാ ഒരു റയോൺ മൊഡാൽ അങ്ങനെയൊക്കെയാ പറയുന്നത്. പ്യുവർ ഫാബ്രിക് ആണ്. അതുകൊണ്ട് തന്നെ ഇത് വിത്തൗട്ട് ലൈനിങ്. ഇതിന്റെ താഴോട്ട് ഇതേപോലെ ഒരു ബോർഡർ വന്നിട്ട് കണ്ടോ, ഈ ഒരു ബോർഡർ വന്ന് അതിന്റെ ആ വീവിങ് കാണിച്ചു തരാം ഞാൻ. ശരിക്കും ആ ഒരു വീവിങ് ആ വരുന്നത് കണ്ടോ. ത്രെഡ് കൊണ്ടുള്ള ഇതാണ് വരുന്നത്. ഇതിന്റെ പ്രിന്റ് അജ്രക്കിന്റെ പ്യുവർ പ്രിന്റ് ആണ് വരുന്നത്. ഇത് ശരിക്കും ഒരു മൊഡാൽ റയോൺ എന്ന് പറയും. അങ്ങനത്തെ ഒരു ഫാബ്രിക് ആണ്. മൊഡാലിന്റെ തന്നെ കോസ്റ്റ് അതേപോലെ തന്നെ വരുന്നതാണ്. ഇതേപോലെ വി നെക്കിൽ വി കോളറിലോട്ട്. അപ്പൊ ഞാൻ ഈ പാറ്റേൺസും വേറെ ഇത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കളർ ഇതേപോലെ ഉണ്ടാവും. മെറൂണിലെ ലൈൻസ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ബോട്ട് നെക്ക് വിത്ത് ഈ ഒരു വി കട്ടിങ് കൊടുത്തിട്ടുള്ളൂ. ഇതെല്ലാം ലിമിറ്റഡ് മെറ്റീരിയലേ ഉള്ളൂട്ട്. ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല. പിന്നെ ഇതെന്റെ ആക്ച്വൽ സൈസ് അല്ല കേട്ടോ, കുറച്ച് ലൂസാണ്. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇതും ബോട്ട് നെക്ക് വിത്ത് വി കട്ടിങ് വന്നിട്ട് ഇതിൽ ലൈൻസ് ക്രോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ മെറൂൺ വരുന്ന ലൈൻസ് സ്ലിറ്റ് ഉള്ള പാറ്റേൺ 47 ലെങ്ത്. ഓക്കെ.